കായിക ലോകത്തെ ഏറ്റവും വലിയ പോരാട്ടത്തിന് ആവേശകരമായ സമാപനം. ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ലോകകപ്പ് ഫൈനലിൽ എതിരാളികളെ കീഴടക്കി സ്പെയിൻ ലോക ചാമ്പ്യന്മാരായി. 16 വർഷത്തിനു ശേഷമാണ് സ്പെയിൻ ഫിഫ ലോകകപ്പ് നേടുന്നത്. രണ്ടാം തവണയാണ് സ്പെയിൻ ലോകകപ്പ് നേടുന്നത്. ഫൈനലിൽ കടന്ന 2 തവണയും വിശ്വവിജയികളായി എന്ന നേട്ടവും സ്പെയിൻ സ്വന്തമാക്കി. 2010 മുൻപ് സ്പാനിഷ് പട ലോകകപ്പ് ജേതാക്കളായത്. ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ 120 മിനിറ്റോളം ആവേശം നിറച്ച പോരാട്ടത്തിനൊടുവിലാണ് സ്പാനിഷ് വിജയത്തിൽ അവസാനിച്ചത്. ഫെറാൻ ടോറസ് നേടിയ ഏക ഗോളിലാണ് സ്പെയിനിന്റെ വിജയം. എക്സ്ട്രാ ടൈമിന്റെ രണ്ടാം പകുതിയിലാണ് താരത്തിന്റെ ഗോൾ പിറക്കുന്നത്. മത്സരത്തിൽ പൂർണ്ണ ആധിപത്യത്തിൽ നിന്നത് സ്പെയിൻ തന്നെയായിരുന്നു. മത്സരത്തിൽ 20ഓളം ഷോട്ടുകളാണ് സ്പെയിൻ അർജന്റീനയ്ക്കെതിരെ അടിച്ചത്. എന്നാൽ അർജന്റീന എക്സ്ട്രാ ടൈം വരെ നീണ്ട മത്സരത്തിൽ ആകെ അടിച്ചത് 3 ഷോട്ടുകൾ മാത്രം. എൻഡോ ഫെർണാണ്ടസ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത് അർജന്റീനയ്ക്ക് തിരിച്ചടിയായി. അങ്ങനെ മികച്ച ടീം പ്രകടനത്തിന്റെ കരുത്തിൽ ലോകകപ്പ് കിരീടം സ്വന്തമാക്കി സ്പെയിൻ വീണ്ടും ലോക ഫുട്ബോളിന്റെ നെറുകയിലെത്തി.